നമ്മളുടെ കേരളീയരുടെ രോഗങ്ങളില് 60% രോഗങ്ങള് വെറും ഹൈഡ്രോതെറാപ്പി കൊണ്ട് മാറ്റാം. 60% രോഗം ഹൈഡ്രോതെറാപ്പി. എന്താ ഹൈഡ്രോതെറാപ്പി? രാവിലെ എഴുന്നേറ്റിട്ട് 4 ഗ്ലാസ് വെള്ളം കുടിക്കുക. അത് തന്നെ. വേറില്ലേ? എന്തിനാ ഈ മോര് കൂട്ടി ഊണ് കഴിക്കുന്നതെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിച്ചിട്ടില്ല. 2-4 pH-ലാണ്. ആ pH 2-4 ആക്കാൻ എളുപ്പ വഴി അവസാനം മോര് കൂട്ടി ഊണ് കഴിക്കാം. അപ്പൊ pH 2-4 ആവും. നിങ്ങൾ മോര് കൂട്ടിയിട്ടില്ലെങ്കിൽ ശരീരം തന്നെത്താനെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ടാക്കും. ശരീരം തന്നെത്താനെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ടാക്കി ആ ഹൈഡ്രോക്ലോറിക് ആസിഡാണ് pH താഴ്ത്തുകയും അതേപോലെ സ്റ്റൊമക്കിനെ തന്നെ ഡൈജസ്റ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ ട്രഡീഷനിൽ മോര് കൂട്ടി ഊണ് കഴിക്കുക എന്നുള്ളത് ഗംഭീരാണല്ലേ? ചോറ് വിളമ്പി ചൂട് ചോറില് ഒന്ന് മോരൊഴിച്ച് മുഖം ഒന്ന് അടുത്ത് കൊണ്ടുപോയി നോക്കുക. ഒരു അസാധാരണ സ്മെല്ല് നിങ്ങൾക്ക് കിട്ടും. എന്താ അത്? കീറ്റോൺ ബോഡി ഉണ്ടാവുകയാണ്. കീറ്റോൺ ബോഡീസ് ആണ് ശരീരത്തിന് ഡേഞ്ചറസ് ആണ്. ആ തണുത്ത ചോറിലേക്ക് മോരൊഴിക്കുമ്പോൾ ഒരു സ്മെല്ലും ഉണ്ടാവില്ല. അപ്പൊ നമ്മളുടെ ശരീരത്തിലെ 6.25 ലിറ്റർ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യാനും എക്സസ് സോൾട്ട് പുറത്തേക്ക് കളയാനും എക്സസ് ഷുഗർ കളയാനും കിഡ്നിയിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മെറ്റീരിയൽ കംപ്ലീറ്റ്ലി വാഷ് ഔട്ട് ചെയ്യാനും ഒരൊറ്റ വഴിയേ ഉള്ളൂ, വെള്ളം കുടിക്കുക. ഒരു വഴിയേ ഉള്ളൂ. നിങ്ങൾ കഴിച്ചിരിക്കുന്ന ഏത് ഡ്രഗും ഏത് MBBS MD കാരനോട് ചോദിക്കുക. പലപ്പോഴും IMA കാർക്ക് ക്ലാസ് എടുക്കാറുണ്ട്. 15 ദിവസത്തിൽ ഒരിക്കല് പട്ടിണി കിടന്ന് വെള്ളവും കുടിക്കുക. നിങ്ങളുടെ ശരീരത്തിന് ഒരു ചികിത്സയും വേണ്ടി വരില്ല. നിങ്ങളുടെ ഹാർട്ടിനൊരു പ്രോബ്ലം ഉണ്ടാവില്ല. നിങ്ങളുടെ ലിവറിനൊരു പ്രോബ്ലം ഉണ്ടാവില്ല. കാരണം നിങ്ങൾ പുസ്തകം വായിക്കുമ്പോൾ കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന പുസ്തകം വായിച്ചു നോക്കാം. എന്താ വ്യത്യാസം? ഭൂമിയുടെ മാഗ്നറ്റിക് ഫ്ലക്സും തലച്ചോറിന്റെ മാഗ്നറ്റിക് ഫ്ലക്സും കോംപ്ലിമെന്ററി ആയിട്ട് വരുന്നത് മുഖം കിഴക്കോട്ട് വെക്കുമ്പോഴാണ്. അതിനൊരു അർത്ഥമുണ്ട്. ബ്രെയിൻ എഫിഷ്യൻസി 15% വർദ്ധിക്കും. ഇതുകൊണ്ടാ 15 ദിവസത്തിൽ ഒരിക്കൽ പട്ടിണി കിടക്കുക. നല്ല രീതിയിൽ നല്ല മാറ്റം ഉണ്ടാവും.